നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാകുമ്പോൾ ഈ മരണത്തിന് പിന്നിലെ ചില കള്ളക്കളികൾ കൂടി പുറത്തു വരികയാണ്. അതായത് അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടന്നുവെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. ബന്ധുക്കളുടെ സമ്മതമോ സാന്നിധ്യമോ ഇല്ലാതെ ധൃതി പിടിച്ചു നടത്തിയ ആ പോസ്റ്റ്മോർട്ടം തന്നെ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇവിടെ നവീന്റെ മരണത്തിന് കാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഹാങ്ങിങ് എന്നാണ്. ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്, അതായത് സൂയിസൈഡൽ ഹാങ്ങിങ്. ബോഡിയിൽ മറ്റ് മുറിവുകളുടെയോ ബലപ്രയോഗത്തിന്റെയോ ഒന്നും പാടുകളുമില്ല. അങ്ങനെ അസ്വാഭാവികമായി ഒന്നും തന്നെയുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുമില്ല. എന്നാൽ ഇവിടെ മർമ്മപ്രധാനമായ ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു ആത്മഹത്യയാണ് എന്ന് വിധി എഴുതുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിലെ ചില വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി അവ്യക്തമായി തുടരും. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം മനഃപൂർവ്വം എന്നോണം നഷ്ടപ്പെടുത്തി എന്ന് വേണം പറയാൻ. കാരണം ധൃതിപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കി നവീൻ ബാബുവിന്റെ ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഭർത്താവ് നഷ്ടപ്പെട്ട ആഘാതത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അച്ഛനെ നഷ്ടപ്പെട്ട ആ പെൺമക്കൾക്കും ആ സമയത്ത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. എന്നാൽ അവരുടെ ഈ നിസ്സഹായാവസ്ഥ മുതലെടുത്തുകൊണ്ട് യഥാർത്ഥ പ്രതികൾ തെളിവ് നശിപ്പിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, ആദ്യഘട്ടത്തിലെ പാർട്ടിയുടെ പിന്തുണയും കൂടെയുണ്ട് എന്ന വാക്കുകളുമെല്ലാം വിശ്വസിച്ച നവീന്റെ കുടുംബത്തിന് വിശ്വസിച്ച പ്രസ്ഥാനത്തെ സംശയം തോന്നിയിരിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആത്മഹത്യ എന്ന വാദം മുഖവിലേക്കെടുത്ത കുടുംബം നവീന്റെ മൃതദേഹം ദഹിപ്പിക്കാൻ ആദ്യം തയ്യാറായത്. അല്ലാത്ത പക്ഷം റീപോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യതകൾ അവിടെ ശേഷിക്കുമായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന അഥവാ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് സൂയിസൈഡൽ ഹാങ്ങിങ് എന്നിവിടെ പറയുമ്പോൾ അതിനെ നവീൻ തന്നെ ആത്മഹത്യ ചെയ്തു എന്ന് വ്യാഖ്യാനിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. കാരണം ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് മറ്റു പല കേസുകളുടെയും ഹിസ്റ്ററി പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, അബോധാവസ്ഥയിലായ ഒരാളെ കൊലയാളികൾ ചേർന്ന് കെട്ടിത്തൂക്കുകയാണ് എങ്കിലും അത് സ്വാഭാവികമായ തൂങ്ങിമരണമായി തന്നെ റിപ്പോർട്ടിലുണ്ടാവും. ഒരാൾ സ്വയം തൂങ്ങി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് തന്നെയായിരിക്കും അവിടെയും കാണുക. ഇതിന് സമാനമായ ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കവിയൂരിലെ അനഘ എന്ന 15-കാരിയെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്തവർ സ്വീകരിച്ചതും ഇതേ മാർഗം തന്നെയായിരുന്നു. 2004 സെപ്റ്റംബർ 28-നാണ് ആ കൂട്ടമരണം പുറത്തു വന്നത്. തിരുവല്ലയിൽ കവിയൂർ ക്ഷേത്രത്തിനടുത്തായിരുന്നു ഇവരുടെ വീട്. അച്ഛനും അമ്മയും 3 മക്കളുമാണ് മരണപ്പെട്ടത്. അച്ഛനെ ഫാനിൽ തൂങ്ങിയ നിലയിലും മറ്റുള്ളവരെ മുറിയിൽ മരിച്ചു കിടന്ന നിലയിലും കണ്ടു. ഇതൊരു കൊലപാതകമാണ് എന്ന ആരോപണവും ഈ മരണത്തിന് പിന്നാലെ ഉയർന്നു. മൂത്ത മകളായ 15-കാരിയായ അനഘ നമ്പൂതിരി പീഡിപ്പിക്കപ്പെട്ടു. പീഡിപ്പിച്ചത് രാഷ്ട്രീയക്കാരനായ VIP എന്ന ആക്ഷേപവും ഇതിന് പിന്നാലെ എത്തി. ഇതോടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിവാദമായ കേസായി കവിയൂർ കേസ് മാറി. അനഘയെയും അവളുടെ കുഞ്ഞു സഹോദരങ്ങളെയും അമ്മയെയും പാൽക്കഞ്ഞിയിൽ വിഷം കലർത്തി നിർബന്ധിച്ച് കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം അനഘയെ പീഡനത്തിനിരയാക്കുകയും അവളുടെ അച്ഛൻ നാരായണൻ നമ്പൂതിരിയെ മദ്യവും വിഷവും നൽകി തളർത്തിയ ശേഷം കെട്ടിത്തൂക്കുകയുമായിരുന്നു. ഈ കൂട്ടക്കൊലയും പുറത്തറിഞ്ഞത് ആദ്യം ആത്മഹത്യയായിട്ടാണ്. മരണം നടന്ന പ്രാഥമിക പരിശോധനകൾ പോലും കഴിയുന്നതിന് മുൻപ് അങ്ങോട്ടേക്ക് എത്തിയ CPM-ലെ നമ്മുടെ വനിതാരത്നം ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് നടന്നിരിക്കുന്നത് ഒരു കൂട്ട ആത്മഹത്യയാണ് എന്നും അനഘ എന്ന കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ്. ഒരു മരണം നടന്ന ഇടത്തെത്തിയ ഉടൻ അവിടെ പീഡനം നടന്നിട്ടില്ല, അതൊരു ആത്മഹത്യയാണ് എന്നൊക്കെ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ കോഴിക്കട്ടു എന്ന് കേട്ടയുടൻ തലയിൽ പൂട തപ്പുന്നതിന് സമമായിട്ടാണ് ഇതിനെ തോന്നുക. കവിയൂരിലെ മരണത്തിൽ സംശയങ്ങൾ ഉണർത്തിയത് ശ്രീമതിയുടെ ഈ അമിതാവേശം തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ നവീന്റെ മരണത്തിലും സംഭവിച്ചിരിക്കുന്നത്. കുറ്റവാളി എത്ര സമർത്ഥനാണ് എങ്കിലും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു തെളിവെങ്കിലും അവശേഷിപ്പിച്ചിരിക്കും. അത് കണ്ടെത്തുന്നിടത്താണ് കുറ്റാന്വേഷകന്റെ വിജയം. അന്വേഷണ ഏജൻസികളുടെ പതിറ്റാണ്ടുകളായുള്ള ഒരു വിശ്വാസമാണിത്.
എന്നാൽ ചില സാഹചര്യങ്ങളിൽ അന്വേഷണ ഏജൻസികൾക്ക് കഴിവുണ്ടായിരുന്നാലും അധികാരമുള്ളവന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ കഴിവുകെട്ടവനെ പോലെ നിൽക്കേണ്ടി വരും. ഇവിടെ നവീൻ ബാബുവിന്റെ മരണത്തിലും ദുരൂഹതയകറ്റാൻ ശാസ്ത്രീയമായി പല വഴികളും അവലംബിക്കാൻ കഴിയുമായിരുന്നിട്ടും അന്വേഷണ സംഘം കണ്ണടച്ചിരുട്ടാക്കുന്നത് ഇത്തരത്തിൽ അധികാര കേന്ദ്രങ്ങളെ പേടിച്ചിട്ട് തന്നെയാണ്. അലൈഗിൽ മുനീശ്വരൻ കോവിലിൽ ഇറങ്ങി എന്ന് പറയുന്നിടം മുതൽ റെയിൽവേ സ്റ്റേഷനിലും ADM മരിച്ച നിലയിൽ കണ്ടെത്തിയ താമസ സ്ഥലത്തുമടക്കം CCTV ദൃശ്യങ്ങൾ എടുക്കാനും പോലീസിന് നിഷ്പ്രയാസം കഴിയും. മാത്രമല്ല, നവീൻ ബാബുവിന്റെ മൊബൈൽ ഫോൺ, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് തുടങ്ങിയവയിലേക്കും അന്വേഷണം നീളുമായിരുന്നു. എന്നാൽ ഇവിടെ അന്വേഷണം വെറും ഒരു പ്രഹസനമാക്കി ഒതുക്കിയതിനു പിന്നിലെ ഉന്നത സ്വാധീനം ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും കേന്ദ്ര അന്വേഷണം വരികയാണ് എങ്കിൽ ആദ്യം തൂക്കേണ്ടത് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നാവിൽ സത്യം ഉറങ്ങിക്കിടപ്പുണ്ട്.